ഹലോ, ഞാൻ ജെസിൻ ജോസഫ്, നിങ്ങളുടെ മാർക്കോണ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരന വേടൻ ഇന്ന് പാലക്കാട് മണ്ണിൽ എത്തിയിട്ടുണ്ട്. പാലക്കാട് മണ്ണിൽ കുത്തിയേ ഉള്ളൂ, അവിടെ തീയിട്ട് വേണം. അമ്മാതിരി തിരക്ക്, എന്നാ തിരക്കാ! ഒരു സംഗീത സംവിധാനം ഒരു പാട്ടുകാരെ വന്നാൽ ഇതുവരെ ഇങ്ങനെ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇത് നാലിലൊന്നും തിരക്ക് വന്നിട്ടില്ല. എം ജി ശ്രീവാറും ഈ ജാസി ഫിഫ്റ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നാലിലും തിരക്ക് വരത്തില്ല. അത് രണ്ടുപേര് പാടി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ എഴുന്നേറ്റ് പോകും. പിന്നെ ഒരു പുള്ളിക്കാരൻ കണ്ടെന്ന് പറയുന്നുണ്ട്, വേടൻ എം ജി ശ്രീവാറിനെ പോലെ ആകാൻ പറ്റുന്നു. എം ജി ശ്രീവാറിനെ പോലെ ആകാൻ പറ്റുന്നില്ല. എം ജി ശ്രീവാർ വേറെ തലം, വേടൻ വേറെ തലം. വേടൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വഴി തെട്ടി തെളിച്ചു വന്ന ഒരാളാണ്. സ്വന്തമായിട്ട് എഴുതി അർത്ഥവർത്ത വരികൾ എഴുതി സംഗീതം ചെയ്ത് പാടി അഭിനയിക്കുക. എം ജി ശ്രീവാർ എന്ന് പറഞ്ഞാൽ ഒരാളെ എഴുതി കൊടുത്ത് ഒരാളെ സംഗീതം ചെയ്ത് അതിൻ്റെ വായലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമേ പാടത്തുള്ളൂ. അതാണ് എം ജി ശ്രീവാർ. പിന്നെ ഒരുപാട് സപ്പോർട്ടും. ലാലേട്ടൻ എന്ന മഹാപ്രതിഭ ഇല്ലെങ്കിൽ എം ജി ശ്രീവാർ ഇല്ല. പിന്നെ എം ജി ശ്രീവാറിൻ്റെ വരുമ്പം പറഞ്ഞത് കിഴങ്ങുന്നുണ്ട്, ഈടിയേണ്ടി പോകുക. വേടനെ ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല. വേടൻ എവിടെ പോലും അമ്മാതിരി തിരക്ക. ഇന്ന് പാലക്കാട് മണ്ണ് വന്നാണ്ടല്ലോ ഇതുവരെയില്ലാത്ത ജനസാഗരം. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്ര ജനസാഗരം ഒരു കലാകാരനെ കാണാണ്ട്. അവിടെ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാ ജാതി മതക്കാരും ഉണ്ട് അവിടെ. അതാണ് വേടൻ്റെ പവർ. വേടനെ തളയ്ക്കാൻ പറ്റത്തില്ല. വിലങ്ങി വെച്ച പോലീസുകാരെ കൊണ്ട് കാവൽ നിർത്തിച്ച ആളാണ് വേടൻ. വേടനെ വരികൾ ശ്രദ്ധിക്കുക, ഓരോ വരികളും നെഞ്ചി തറച്ച് കയറുവാണ്. തീനാളമാണ്, തീനാളം. അതല്ല ഇന്ന് പാലക്കാട് വന്ന് കത്തിച്ചിട്ട് പോയേ. അതാണ് വേടൻ്റെ പവർ. വേടൻ്റെ പവർ കാണിക്കുന്ന പാട്ടിലൂടെയാണ്. പുള്ളിക്കാരൻ പറയുകയല്ല, പുള്ളിക്കാരൻ പാട്ടിലൂടെ പ്രതിഷേധിക്കുക. അതാണ് വേടൻ. ആ പ്രതിഷേധം പാട്ടിലൂടെയാണ്. ഓരോ വരികൾ ശ്രദ്ധിച്ചു, എന്ത് സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത് വരികൾ. അതാണ് ഇത്ര ജനസാഗരം. ലേഡീസിനോ ജെൻസിനോ ഇല്ലാത്ത ആൾക്കാർ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര ഈ പാലക്കാട് മണ്ണിൽ ഭയങ്കര തിരക്കായിട്ട് ഒത്തിരി പേര് ആശുപത്രി കൊണ്ട് പോലീസുകാർക്ക് തിക്കും തിരക്കും കാരണം പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അമ്മാര് തിരക്ക, ഇത്രയും ഫാൻസ്. ഓരോ ഗായകരുന്ന് കുരുവിട്ടിരിക്കുക. ഒരു ഗായകർക്ക് പരിപാടിക്ക് ഇത്ര തിരക്ക് വന്നിട്ടില്ല, ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. പിന്നെ ഒരു കിഴങ്ങെന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീവാറിന് ഇത്രയൊന്നും തരത്തിലുണ്ട് വേടന്ന്. എം ജി ശ്രീവാറിൻ്റെ പാട്ടൊക്കെ മോഹൻലാൽ ഉണ്ടായിട്ട് ലാലേട്ടൻ ഉണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അതൊക്കെ എല്ലാവരും മാർഗം. പക്ഷെ വേടനെ മണിച്ചേട്ടൻ്റെ പാട്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അത് മനുഷ്യനുള്ളിടത്തും കാലം കാണും. കാരണം അത് അർത്ഥവത്തായ വരികളും അത് ചങ്കിത്തരയ്ക്കുന്ന പാട്ടുകളും നാടൻ പാട്ടുകളൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ കാണും. അതൊരിക്കലും മറക്കത്തില്ല. അവന് വിവരമില്ലാത്തവനോ പറഞ്ഞത്, അവൻ വെറും പൊട്ടനാണ്ട് അങ്ങനെ പറഞ്ഞേ, 10 വിവരമില്ലാത്തവനോ പറഞ്ഞേ. അതുകൊണ്ടല്ലേ ഇന്ന് ജനസാഗരം. ഈ എം ജി ശ്രീവാറിൻ്റെ പരിപാടിക്ക് അവിടെ ആരും തിരക്ക് വന്നിട്ടുണ്ടോ? 100-200 പേര് എന്നിട്ട് 2 പാട്ട് കണ്ടു പോകും. വേറെ പരിപാടി കണ്ടു നോക്ക്, കുറ്റം പറഞ്ഞത് കണ്ടു നോക്ക്. വിലങ്ങി വെച്ച് പോലീസ് കണ്ട് കാവൽ നിർത്തിച്ച്. അതാണ് വേടൻ.